കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തിയ ദൈവിക പ്രവൃത്തികൾ ഓർത്ത് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. സഖറിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 2-ാമത് വാക്യം. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. ഈ വാക്യങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സഖറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ 3-ാം അധ്യായം എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയാം, പ്രവാചകന്മാരുടെ പുസ്തകം യെശയ്യാവ് മുതൽ മലാക്കി വരെയുള്ള പ്രവാചകന്മാരുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വർഷങ്ങളോളം 70 വർഷത്തോളം പ്രവാസത്തിൽ കടന്നിരുന്ന ഇസ്രായേൽ ജനത്തെ തിരിച്ച് യെരൂശലേമിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ വിവിധ പ്രവാചകന്മാരിലൂടെ ദൈവത്തിൻ്റെ അന്ന് ഇടപെടുന്ന ഒരു ഭാഗമാണ് ഈ പ്രവചന പുസ്തകങ്ങളെല്ലാറ്റിലും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. പ്രൈസലോ, ഈ സഖറിയാവിൻ്റെ കാലഘട്ടത്തും പ്രൈസലോ സെരുബാബേലിലൂടെയും യോശുവയിലൂടെയും ഒക്കെ ഇസ്രായേൽ ജനത്തെ സ്തോത്രം അല്ലെങ്കിൽ യെരൂശലേമിലേക്ക് തിരികെ എത്തിക്കുവാൻ വേണ്ടി പദ്ധതിയിടുന്ന ഒരു ദൈവപ്രവർത്തിയെ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് യോശുവ എന്ന മഹാപുരോഹിതൻ അശുദ്ധ വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുകയും അതിനെതിരെ കുറ്റം ചുമത്തുവാൻ തക്കവണ്ണം പിശാച് കയറി വരുന്ന ഒരു മേഖലയെ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില അശുദ്ധികൾ സ്തോത്രം ദൈവം അത് അറിയുന്നുണ്ടെന്നുള്ള സത്യമാണ്. എന്നാൽ അപ്പോൾ തന്നെ പിശാചും ഇത് കൃത്യമായി മനസ്സിലാക്കി സ്തോത്രം നമ്മുടെ ചില പ്രാർത്ഥനകൾക്കും നമ്മുടെ ആരാധനകൾക്കും നമ്മുടെ ആത്മീയ വിഷയങ്ങൾക്കും ഭൗതിക വിഷയങ്ങളുടെ മറുപടികളെ തടുത്തു വയ്ക്കത്തക്ക രീതിയിൽ അവകാശവാദം പുലർത്തത്തക്ക രീതിയിൽ നമ്മുടെ അശുദ്ധികൾ കാരണമാകുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. പലപ്പോഴും പലയിടത്തും പിശാച് പ്രവർത്തിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ ഇഷ്ടപ്പെട്ടത് എന്തോ നമ്മുടെ ജീവിതത്തിനകത്ത് ഉള്ളത് കൊണ്ടാണ്. അതിൽ അവകാശവാദങ്ങൾ അവൻ ഉന്നയിച്ചു വയ്ക്കാറുണ്ട്. അതിന് നമ്മൾ ഈ ദിവസങ്ങളിൽ പൂർണ്ണമായി നീക്കുവാൻ തക്കവണ്ണം ഇടവരണം, അല്ലേ? സ്തോത്രം. നമ്മളൊക്കെ ചിലരൊക്കെ പലപ്പോഴും പലതിനെ ശാസിക്കാറുണ്ട്, അല്ലേ? ഈ ഉണക്ക മീനിനെ ഉപയോഗിച്ച് പൂച്ചയെ ആട്ടിക്കളയുന്നത് പോലെ ആട്ടുന്ന ചില വ്യക്തികളുണ്ട്. അങ്ങനെ ഒരിക്കലും അതിനെ പുറത്താക്കാൻ നമുക്ക് കഴിയത്തില്ല. കാര്യം ഉണക്ക മീൻ വെച്ച് പൂച്ചയെ ആട്ടിക്കഴിഞ്ഞാൽ പൂച്ച പോകത്തില്ല. സ്തോത്രം. കാര്യം അതിനിഷ്ടമുള്ള സാധനമാണ് നമ്മുടെ കയ്യിലേക്ക് ഇരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് നമ്മുടെ അശുദ്ധികൾ പലപ്പോഴും ദൈവപ്രവർത്തികൾക്ക് തടസ്സമായി പിശാച് വാദിക്കാറുണ്ട്. എന്നാൽ സ്തോത്രം ചില വിഷയങ്ങൾ ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്ക് അറിയുവാൻ തക്കവണ്ണം ഇടയാകും. നമ്മുടെ കുറവുകളെ നോക്കാതെ, അകൃത്യങ്ങളെ നോക്കാതെ നമ്മുടെ ജീവിതത്തെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. ഇവിടെ ഈ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു നിന്ന് യോശുവയ്ക്കെതിരെ അശുദ്ധ പിശാച് അല്ലെങ്കിൽ സാത്താന്യ ശക്തി അവകാശവാദം ഉന്നയിച്ച് കുറ്റം ചുമത്തുവാൻ വന്നു നിൽക്കുമ്പോൾ യഹോവ പറയുകയാണ്, യഹോവ നിന്നെ ഭത്സിക്കുന്നു, ഇസ്രായേലിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ദൂതനെ വിട്ടോ മറ്റേതെങ്കിലും രീതികളിലോ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. എന്നാൽ അതിനുവേണ്ടി വിട്ടുകൊടുക്കാതെ ദൈവത്തിൻ്റെ ഒരു നേരിട്ടുള്ള ഇടപെടൽ അതിനകത്ത് വെളിപ്പെട്ട് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കുക ദൈവമക്കളോട് ഞാൻ പറയാം, പിശാച് നമുക്കെതിരെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ, നമ്മുടെ നന്മകൾക്ക് വിരോധമായി, നമ്മുടെ മുന്നോട്ടുള്ള ഗമനങ്ങൾക്ക് വിരോധമായിട്ടുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നമ്മെ സഹായിപ്പാൻ കഴിയുന്ന ഒരു ദൈവകരം അത് നേരിട്ടുള്ള ഇടപെടലായി വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രൈസ് ലോർഡ്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ തിരുവചനത്തെ ആധാരമാക്കി കൈമാറുകയാണ്. നിങ്ങളുടെ വിഷയത്തിൽ ഏത് വിഷയമാണെങ്കിലും അതിനകത്തൊരു ദൈവത്തിൻ്റെ ഇടപെടൽ നേരിട്ട് വെളിപ്പെടാൻ പോകുകയാണ്. ദൂതനെയോ സൈന്യത്തെയോ മറ്റു വിഷയങ്ങളെയോ അയക്കാതെ യഹോവയുടെ നേരിട്ടുള്ള ഇടപെടൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും. അത് ജീവിതത്തിൽ എന്നേക്കുമുള്ള ശാശ്വതമായ ദൈവിക പരിഹാരങ്ങൾക്ക് അത് കാരണമായി തീരട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ പിതാവേ, ഈ പ്രഭാതത്തിനാണ് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. പാപമോ അശുദ്ധികളോ ഈ വിധത്തിനകത്ത് വന്ന് നന്മകൾക്ക് വിരോധമായി നിൽക്കുന്ന മേഖലകളുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം അതിനകത്തൊരു വലിയ ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്ത് വിടുവിക്കണം. നന്മകളെ കൊണ്ട് നിറച്ചാട്ട് അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം അനേകായിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ ദൈവം ഇടവരുത്തും. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.